السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام على آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആഇനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിൽ പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള അവസരങ്ങളാണ്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. റബ്ബിനോട് എത്ര കണ്ട് ദുആ ചെയ്യുന്നോ അത്രക്കും റബ്ബ് നമ്മോട് ഇഷ്ടം വെക്കുന്നതാണ്. പടപ്പുകളോട് ചോദിക്കുന്നത് പോലെയല്ല സൃഷ്ടാവായ റബ്ബിനോട് ചോദിക്കുന്നത്. പടപ്പുകളോട് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും, അവരെ മുഖം കറുത്തു പോകും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എത്ര കണ്ട് ചോദിച്ചാലും ചോദിക്കുമ്പോഴെല്ലാം ചോദ്യം കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് റബ്ബിൽ നിന്ന് നമ്മോടുള്ള സ്നേഹം കൂടിയാണ് ഉണ്ടാവുക. നമ്മൾ എത്ര കണ്ട് ചോദിക്കുന്ന അത്രക്കും സ്നേഹം അള്ളാഹുവിന് നമ്മോടുണ്ടാകും എന്ന് ഒരുപാട് ഹദീസുകളോടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരം കിട്ടിയാൽ കിട്ടും, കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും നമ്മളെപ്പോഴും റബ്ബിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കണം. നമ്മളെ നിസ്സാരതയും നിന്ദ്യതയും റബ്ബിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കലാണ് ദുആയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. അല്ലാഹു തആലയാണ് നിരാശ്രയൻ, നിങ്ങൾ ആശ്രയിക്കുന്നവരാണ്, റബ്ബിലേക്ക് ആശ്രയിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു ഗനിയാണ്, അവനക്ക് ആരിലേക്കും ആശ്രയമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലരോടും ആശ്രയമുണ്ട്. ജനങ്ങളോട് ആശ്രയമുണ്ട്, പലരോടും. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പരമാവധി റബ്ബിലേക്ക് നമ്മൾ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് നമ്മളെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കണം. ദുആ ചെയ്യുമ്പോൾ പല ആദാബുകളും പാലിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരതൊക്കെ വിശദമായി കിതാബുകളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ചില ആളുകളുണ്ട്, ദുആ ചെയ്യുന്ന സമയത്ത് കൈ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് കാലിൻ്റെ തുടമങ്ങനെ വെച്ചിട്ടുണ്ടാവും, ആമീൻ എന്ന് പറയുന്നുണ്ടാവും. അതൊന്നും പോരാ, രണ്ട് കൈ മേലോട്ട് ഉയർത്തണം. നെഞ്ചിൻ്റെ അതുവരെയെങ്കിലും ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കണം. അങ്ങനെയാണ് ചോദിക്കേണ്ട രൂപം. അതാണ് താഴ്മ പ്രകടിപ്പിക്കൽ. റബ്ബിനോട് നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ കൈ നീട്ടൂലേ, ആ കൈ നീട്ടുന്നത് നമ്മളെ സിട്ടാവായ റബ്ബിൻ്റെ മുന്നിൽ അങ്ങനെ നീട്ടി ചോദിക്കണം എന്നാണ്. ആ സമയത്ത് കൈ കൊണ്ട് പലതും കാട്ടി വേറെ ഏതോ ലോകത്ത് നമ്മളെന്തൊക്കെ പറയുന്നുണ്ട്, ഈ പറയുന്നത് അതിൻ്റെ എന്താണ്, അതിൻ്റെ അർത്ഥം മറ്റതൊക്കെ മനസാധ്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ചോദിക്കുന്നതിന് പല അദബുകളും പാലിക്കേണ്ടതുണ്ട്. അപ്പോഴൊക്കെയാണ് ഇജാബത്ത് റെഡിയായിട്ട് കിട്ടുക. അതിനൊക്കെ നമുക്ക് ഫലം കാണലപ്പോഴാണ്. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജാബത്ത് ചെയ്യും. ഉദ്ഉനി അസ്തജിബ് ലക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു, ദുആ ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ഇജാബത്ത് ചെയ്യാമെന്ന് റബ്ബ് നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ്. പലപ്പോഴും നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാൻ പ്രധാന കാരണം നമ്മുടെ
ഭക്ഷണം ഹലാലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം ഹലാലാകുന്നില്ല, ഹറാമ് നമ്മളെ വയറ്റിലേക്ക് ചെല്ലുന്നു. ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനുള്ള തടസ്സമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം നബിയെ, എന്നെ ദുആക്ക് ഇജാബത്തുള്ള ആളാക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളാകാൻ വേണ്ടി തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യാ സഅദ്, സഅദേ അത്ഇബ് മത്അമക തുസ്തജബ് ദഅവതുക്. നീ നിന്റെ ഭക്ഷണം നന്നാക്കിക്കോ, എന്നാൽ നിന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടും. ഭക്ഷണം നന്നാക്കിക്കോ, നിന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഒരു പ്രധാന നിബന്ധനയാണ് നമ്മുടെ ഭക്ഷണം നന്നാവുക എന്നുള്ളത്, ഹലാലാവുക എന്നുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കുലൂ യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബാ. ത്വയ്യിബായ ഹലാല് അത് നിങ്ങൾ ആ നിലക്ക് നിങ്ങൾ ഭൂമിയിലുള്ളത് നിന്നൊക്കെ തിന്നോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മറ്റവർക്ക് ഇപ്പം എന്ത് കഴിച്ചെന്ത്, അവർക്ക് നിയമം റൂളൊന്നും ഇല്ലല്ലോ. നമ്മളൊരു മോമിനീങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഒന്ന് വിലയിരുത്തുമ്പോൾ, സഹോദരങ്ങളെ, എൻ്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും അവസ്ഥ എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ തുടർന്ന് ഉണർത്തുകയാണ്, തൊടുത്തു വിടുകയാണ്. ഓരോരുത്തരും ചിന്തിക്കുക. വിശേഷ ബുദ്ധിയുള്ളവരാണല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ? ഞാനടക്കമുള്ള നിങ്ങളോടാണ് ചോദ്യം. ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക. നമുക്ക് അല്ലാഹു തആല വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ? നമ്മുടെ നാടുകളിൽ കോഴിക്കടകൾ, ഇറച്ചിക്കോഴി എന്നല്ല, കോഴി ഇറച്ചി എന്നല്ല പറയല്, ഇറച്ചിക്കോഴി, ആ കോഴിക്കടകൾ വളരെ വ്യാപകമാണ് നമ്മുടെ നാട്ടിലൊക്കെ. മുമ്പൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, ഒന്നുപോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുക്കിലും മൂലയിലും ഒക്കെ എല്ലായിടത്തും കോഴിക്കടയാണ്. കോഴിക്ക് ആവശ്യക്കാർ കൂടി വന്നപ്പോൾ കടകളും കൂടുമല്ലോ, സ്വാഭാവികമാണ്. അവിടെയെല്ലാം നടക്കുന്ന സംഗതികൾ ഹലാലായ രൂപത്തിൽ അതിൻ്റെ നിയമപ്രകാരമാണോ അവിടെ കോഴി അറക്കപ്പെടുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോഴി തിന്നാൻ പറ്റുന്ന സാധനമാണ്, മൗക്കൂലാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മൂരി, പോത്ത്, ആട്, ഇത്തരം മൃഗങ്ങളൊക്കെ നമുക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്നാണ്, തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് എങ്ങനെ തിന്നണം? എങ്ങനെയും ജീവൻ കളഞ്ഞ് ഏതെങ്കിലും രൂപത്തിൽ ജീവൻ കളഞ്ഞാൽ മതിയോ? അതിനെ ഹലാലായ രൂപത്തിൽ അതിന് നിയമങ്ങളൊക്കെ പാലിച്ച് അറക്കണ്ടേ? അതിൽ മുസ്ലിം അറക്കണം, ആരറക്കണം, എങ്ങനെ അറക്കണം, എന്തുകൊണ്ട് അറക്കണം എന്നൊക്കെ എത്രയോ നിയമങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ പണ്ഡിതന്മാർ? കിതാബുകളൊക്കെ രേഖപ്പെടുത്തി കിടക്കുന്നില്ല അതെല്ലാം. ഇതൊക്കെ ഈ സംഗതികളിലൊക്കെ ഇതൊക്കെ നിയമങ്ങളൊക്കെ ഇവിടെയൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരു ചെറിയ നിലക്കെങ്കിലും ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതില്ലേ? സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു ചെറിയ നിലക്കും കൂടി അന്വേഷണം നടത്തിയാൽ കണ്ടെത്തുന്നത് എന്താ? ആരെങ്കിലുമൊക്കെ വല്ല അങ്കാളികളോ ആരെങ്കിലുമൊക്കെ ആയിട്ട്
കോഴിക്കടയിൽ ജോലിക്ക് നിർത്തിയിട്ടുണ്ടാവും, അവരങ്ങനെ വെട്ടിയിടുന്നു, അങ്ങനെ ജീവൻ പോണു, അങ്ങനെ തോലിച്ച് നമുക്ക് തരുന്നു. അവരാരാണോ, മുസ്ലിമാണോ അമുസ്ലിമാണോ ഒന്നും അതും അറിയില്ല. അറക്കുന്ന രൂപത്തിലാണോ അറുത്തത്, അന്നനാളവും ശ്വാസനാളവും മുറിയുന്ന രൂപത്തിലാണോ അറുത്തത്, ഇതൊന്നും നമ്മളാരും നോക്കരുത്. നമ്മൾ 2 റുപ്യ എവിടെയാണ് ഒരു 5 റുപ്യ കൂടുതൽ കുറഞ്ഞ് കിട്ടുന്നത്, അവിടെ പോയിട്ട് വാങ്ങും. അറക്കുന്ന ആളാരാണോ ഏതാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഈ രൂപത്തിലല്ലേ ഇന്നത്തെ പൊതു അവസ്ഥ. സ്വയം ചിന്തിച്ചാൽ മതി. ഇതല്ലേ ഈ പ്രവാസ ലോകത്താണെങ്കിൽ എന്താണ്, കോഴിക്കടകൾ ഇതേമാതിരി നമ്മുടെ നാട്ടിലത്തെ പോലെ കോഴിക്കടകളൊന്നും ഇവിടെ പ്രവാസ ലോകത്തൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, ഫ്രിഡ്ജിൽ വെച്ച വരുന്ന കോഴികളാണ്. അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ആളുകൾ പ്രവാസ ലോകത്തൊക്കെ ചിലപ്പം ഇവിടുത്തെ മഹല്ലിയായ അറബുകളൊക്കെ അവിടെയൊക്കെ അറബ് നടക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയെങ്കിലും പറയാം. നേരെ മറിച്ച് പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ കയറ്റി അയക്കപ്പെടുന്നത്, അതൊക്കെ ഇതേമാതിരി ഹറാമായ ഹലാലായ രൂപത്തിൽ അറുത്തിട്ട് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അറുത്ത് തരുന്നതാണെന്ന് വിശ്വസിക്കാൻ മാത്രം അത്രമാത്രമുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടോ? നമ്മളിപ്പോൾ ഇതൊന്നും നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ആരാ അറുത്ത് എവിടെ പോയി തന്നു. എന്നാലും നമുക്ക് ഒരു ധാരണയെങ്കിലും വേണ്ടേ, ഒരു ധാരണയെങ്കിലും ആ വിഷയത്തിൽ നമുക്ക് വേണ്ടേ. ഉറപ്പായി കിട്ടാതിപ്പോൾ നമ്മൾ കാണണപ്പോൾ അതൊരാൾ ആരാ അർത്ഥം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. ആർക്കണോടത്ത് നമ്മൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ നമ്മളെ വല്ല കുട്ടീനെ കാണുന്ന പരിപാടിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരും. അല്ലാത്തൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നൊന്നുമില്ല. എന്നാലും നമുക്കൊരു ധാരണ അവർ ശരിയായി കറുത്തിട്ടുണ്ടാകുക എന്നുള്ള നിലക്കുള്ള ധാരണയെങ്കിലും നമുക്ക് വേണ്ടേ. അങ്ങനെ ധരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഇതൊക്കെ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക, ചിന്തിക്കുക. ഹറാമ് അകത്ത് കയറിയാൽ ശരിയായ രൂപത്തിൽ ഒരു മൃഗത്തെ അറുത്തിട്ടില്ല എങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഒരു മൃഗത്തെ അറുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഹുക്കം എന്താണ്? അത് ശവമാണ്, അത് തിന്നൽ ഹറാമാണ്, ശവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങളെ മേൽ ശവം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. വദ്ദമു വലഹ്മുൽ ഖിൻസീരി, പന്നിമാംസം ദമുമൊക്കെ പറഞ്ഞതിൻ്റെ മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ അള്ളാഹു തആല പറഞ്ഞത് ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു, ശവം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ശവന്തീനികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഇപ്പം അതൊന്നും ഒരു വിഷയമല്ലാതായി. അത് പറയുന്നവന് ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറ്റപ്പെടുന്നൊരു കാലഘട്ടം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും യഥേഷ്ടങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിവുള്ളവരും അറിവില്ലാത്തവരൊക്കെ. അപ്പം പിന്നെ അതൊരു വിഷയമല്ലാതായി മാറി ജനങ്ങളിൽ. പഴയ കാലത്തൊക്കെ കുറേ ആലിമീങ്ങളൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം എല്ലാവരും വിവരമുള്ളവരും ഇല്ലാത്തവരും ഒരു തീന്മേശൻ്റെ അടുത്താണ് വന്നാൽ ഇഷ്ടമുള്ളതങ്ങ് കഴിക്കുക, അവിടെ കൊണ്ടു വെച്ചതൊക്കെ കഴിക്കുക. അതെങ്ങനെയാണ്, എന്താണ്, ഏതാണ് എന്നൊന്നും അറിയാത്ത രൂപത്തിൽ. ഒരു കല്യാണത്തിന് ഇപ്പോൾ കോഴി റെഡിയാക്കുകയാണെങ്കിൽ എത്ര കോഴിനെ അറക്കണം? ഇതൊക്കെ ഇപ്പോൾ ശരിയായ രൂപത്തിൽ അറുത്തിട്ടാണോ നമ്മളെ തീന്മേശയിലേക്ക് വരുന്നത്? ചിന്തിക്കേണ്ടതല്ലേ. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ചിന്തിച്ചാൽ നമുക്ക് ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കഷ്ടത്തിലാവും. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകും, നമ്മളെ ദുആ സ്വീകരിക്കപ്പെടാതെ പോകും, നമ്മളെ പരമ്പര നശിക്കും. നമ്മളിൽ നിന്നുണ്ടാകുന്ന പരമ്പരകളുണ്ടല്ലോ, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായത് കുല്ലു നഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ എല്ലാ മാംസവും ആ മാംസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാലഘട്ടം നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം അവസാന കാലഘട്ടമാണല്ലോ, മുമ്പത്തെ പോലൊന്നുമല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത്
തീക്കണൽ പിടിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതേ ഈ കാലഘട്ടം തന്നെയാണ്. ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തീക്കണൽ പിടിച്ച പോലെയാണ്. തീക്കണൽ കയ്യിലുള്ളിൽ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എത്ര കണ്ട് പ്രയാസം ഉണ്ടാവും. ഇതേ രൂപത്തിലാണ് ദീനുമായിട്ട് ബന്ധപ്പെട്ട് ദീനിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത്. എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ആ ദീനാണ്ട് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും തോന്നിയ മാതിരി ജീവിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ദീൻ നമ്മൾ രക്ഷപ്പെടുത്തുക, നമ്മളെ കഴിയുന്ന രൂപത്തിൽ, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ, പൂർണ്ണമായി നിന്നും 100% ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സാധ്യമാകുന്ന രൂപത്തിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മൾ മാറി നിന്ന് നമുക്ക് ഹലാലായ രൂപം ബോധ്യപ്പെടുന്നത് അത് നമ്മൾ ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ദുആനെ പറ്റി നമുക്ക് ഇനിയും പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫാക്കണേ അല്ലാഹ്. റബ്ബേ, ജീവിതകാലത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ തന്നു, അതൊക്കെ ഹറാമുണ്ടോ ഹലാലാണോ ഒന്നും നമുക്കറിയില്ല. റബ്ബേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അങ്ങനെ വല്ലതും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ മാഫാക്കണേ അല്ലാഹ്. റബ്ബേ, ഹലാലായ നിലക്ക് ഭക്ഷണം കഴിച്ച് റബ്ബേ നിൻ്റെ ദീനിന് വഴിപ്പെട്ട് നിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് റബ്ബേ അവസാനം ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നോമ്പും മറ്റ് എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ റബ്ബേ എല്ലാവർക്കും അവരെ ബർസഖിയായും സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ബർസഖിയായും സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ബർസഖിയായും സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജോലിയിലും മറ്റും ബിസിനസ്സിനും എല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, തടവറയിലുള്ളവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ മോചനം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.